നിങ്ങൾക്ക് പെട്ടെന്നൊരു വലിയ തുക ആവശ്യമുണ്ടോ? എങ്കിൽ ബാങ്ക് ഓഫ് യൂണിവേഴ്സിൽ നിന്ന് നമുക്കത് പിൻവലിക്കാനായിട്ട് ഒരു ചെക്ക് എഴുതിയാലോ? ഇത് തമാശ അല്ല കേട്ടോ, സീരിയസ്ലി ഞാൻ പറയും, ഇത് തമാശ അല്ല. ദ സീക്രട്ട് എന്ന ബുക്കിൽ പറയുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു മാജിക് ചെക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ദ സീക്രട്ട് ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജിം ക്യാരിയെ പോലുള്ള വലിയ പ്രശസ്തരായ ആൾക്കാർ ഈ മാജിക് ചെക്ക് എന്ന വിദ്യയിലൂടെ അവരാഗ്രഹിച്ച് പണം അവർക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിന് ഒരു ചെക്ക് എഴുതാനായിട്ട് പോവുകയാണ്. യെസ്, നമസ്കാരം. ഡേ 17 നിങ്ങളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുറച്ചധികം തിരക്കുള്ളതിനാൽ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമ്മൾ 30 ഡേയ്സ് മണി ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. അപ്പം ഇന്ന് നമ്മൾ ചെക്ക് എഴുതുക എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ ചെക്ക് എഴുതുക എന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെ ഫിസിക്കൽ ആക്കാനായിട്ടുള്ള വഴിയാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്നത് വെറും ഒരു ചിന്തയാണ് കേട്ടോ. അത് പേപ്പറിൽ എഴുതുമ്പോൾ അത് വസ്തുവായി മാറും. ആ ചെക്ക് കാണുമ്പോഴെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കും, ഈ പണം എൻ്റേതാണ്, ഈ പണം എൻ്റേതാണ്, ഈ പണം എൻ്റേതാണ്. ആ തരത്തിലുള്ള ഇതെങ്ങനെ വർക്കാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷ്വലൈസേഷൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ ഒരു മാജിക് ചെക്ക് എന്ന് പറയുന്നത്. വെറുതെ ഇരുന്ന് സങ്കല്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കയ്യിലൊരു ചെക്ക് വെച്ച് നോക്കുന്നത്. അത് റിയലായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, ജിം ക്യാരി, അദ്ദേഹം പലപ്പോഴും പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ജിം ക്യാരിയുടെ ഒരു കഥ വിശദമായി ഓൾറെഡി പറയണ്ടായി. 1990കളിൽ അദ്ദേഹം $10 മില്യൺ ചെക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. 90ലാണ് പറയുന്നത്. 1995 ആ ഒരു അദ്ദേഹം ആഗ്രഹിച്ച ആ എമൗണ്ട് എത്രയാണോ, ആ $10 മില്യൺ ലഭിച്ചതിന് നന്ദി, താങ്ക്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, 1995 കൃത്യമായിട്ട് അത് സംഭവിക്കണ്ടായി. $10 മില്യൺ. ഇവിടെ നമ്മൾ വെറുതെ ചെക്ക് എഴുതിയാൽ മാത്രം പോരാ, അതെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് വെക്കണം. പേഴ്സിലോ വിഷൻ ബോർഡിലോ കണ്ണാടിയിലോ എവിടെ വേണോ നിങ്ങൾക്ക് വെക്കാം. ഓരോ തവണ കാണുമ്പോഴും ആ പണം കിട്ടിയതായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് സന്തോഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സന്തോഷിക്കണം. ഇനി ഇതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ടെക്നിക്ക് ചെയ്യാം? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ഗൂഗിളിൽ നിന്ന് ദ സീക്രട്ട് ചെക്ക് എന്ന് സെർച്ച് ചെയ്ത് പ്രിൻ്റ് എടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് സീക്രട്ട് ചെക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പേപ്പറിൽ വരയ്ക്കാനും പറ്റും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ആ ഒരു ഡേറ്റ്, നിങ്ങൾക്ക് പണം ആവശ്യമുള്ള തീയതി എഴുതണം. എന്നാണോ നിങ്ങൾക്ക് പണം ആവശ്യം, അന്നത്തെ തീയതിയാണ് എഴുതേണ്ടത്. സ്റ്റെപ്പ് 2ൽ ഇന്നത്തെ ഡേറ്റ് അല്ല, പണം എന്നാണോ ആവശ്യം അന്നത്തെ ഡേറ്റ് എഴുതണം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, പേ ടു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് എഴുതണം. ആ പേ ടു എന്ന് എഴുതിയിട്ടുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതണം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്, അവിടെ എമൗണ്ട് എഴുതുക എന്നതാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തുക എഴുതുക. പെട്ടെന്ന് 100 കോടി എന്ന് എഴുതിയാൽ മനസ്സിൽ വിശ്വസിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതാം 500, 5000, 50,000 അല്ലെങ്കിൽ 1,00,000. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. എന്തിനാണ്? വിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത്, എന്തിനാണ് ഈ പണം? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങാനോ പുതിയ മൊബൈൽ വാങ്ങാനോ, അല്ലെങ്കിൽ എത്രയും വേഗം കൊടുത്ത് തീർക്കേണ്ട പണം അത് തീർക്കാനോ, എന്താണ് ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത്, സൈൻഡ് ബൈ. അവിടെ നിങ്ങൾ ഒപ്പിടണം. ദ യൂണിവേഴ്സ് എന്ന് ഒപ്പിടുക. ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ഒപ്പിടുക. ഈ 6 സ്റ്റെപ്പിലൂടെയാണ് നിങ്ങൾ മാജിക് ചെക്ക് എഴുതേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് റിസൾട്ട്സ് എനിക്ക് കാണിക്കാൻ പറ്റും. ഒരുപാട് റിസൾട്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് ഒരുപാട് പേർക്ക് മാജിക് ചെക്കിലൂടെ അവരാഗ്രഹിച്ച പണം അവർക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ദ സീക്രട്ട് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ കഥകൾ അവിടെ കാണാൻ പറ്റും. ചെക്ക് എഴുതി വെച്ച് മറന്നുപോയവർ പോലും പിന്നീട് അത് എടുത്ത് നോക്കുമ്പോൾ കൃത്യ ആ തുക അവർക്ക് ലഭിച്ചതായിട്ട് അവർ കണ്ട് അവരുടെ എന്ത് പറയാനാ, കുറച്ചുകൂടെ ഇതായിട്ട് പറയണമെങ്കിൽ കിളി പോയി എന്ന് തന്നെ പറയാം. അത്രമായിട്ടുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മാജിക് ചെക്കിലൂടെ. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ചെക്ക് എഴുതുക. ബാങ്ക് ഓഫ് യൂണിവേഴ്സ് എപ്പോഴും തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ പണം വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്വന്തമാക്കാൻ പറ്റും.
കമൻറ്റ് ചെയ്യുക ചെക്ക് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പണം ലഭിച്ചു. നാളെ നമ്മൾ ഗീവിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. ഗീവിങ്ങിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. സോ അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. God bless you and thank you so much.